നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാനും കറുപ്പ് നിറം കുറച്ച് നാൾ കൂടുതൽ നിലനിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണിത്. നമ്മൾ കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുമ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ ഭയങ്കര വലുതാണ്. അതൊന്നും ഉണ്ടാവാതെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഹെയർ ഡേ ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റുകളും ഒന്നും ഇല്ലാത്തതുമാണ്. അപ്പോൾ നമുക്ക് ഈ ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് ഒരു മീഡിയം സൈസിലുള്ളതെടുത്ത് നന്നായി തോലൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഡേ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് തേയില വെള്ളമാണ് തയ്യാറാക്കുന്നത്. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ തേയിലയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഉലുവ, കരിഞ്ചീരകം, അങ്ങനെയുള്ള കറിവേപ്പില, അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. ചെമ്പരത്തി പൂവോ ചെമ്പരത്തി ഇലയോ എന്തൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ മുടിക്ക് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ തേയില മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നല്ല കടുപ്പത്തിലാണ് ഇപ്പോൾ തേയില നമ്മൾ തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഹെയർ ഡൈയും ഹെയർ പാക്കും ഒന്നും ഉപയോഗിക്കാൻ സമയമില്ലാത്തവർ ഇതുപോലെ തേയില വെള്ളത്തിലേക്ക് കുറച്ച് കറിവേപ്പില, പനിക്കൂർക്കയില, ഉലുവ എന്നിവയെല്ലാം ഇട്ട് തിളപ്പിച്ച് അരിച്ച് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി മുടിയിൽ ദിവസം സ്പ്രേ ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരുന്ന തേയില വെള്ളം നന്നായി തന്നെ ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേയില വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് മുടി ഡ്രൈ ആവുന്നവരാണെങ്കിൽ ബീട്രൂട്ടിലേക്ക് കറ്റാർ വാഴയുടെ ജെല്ല് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ മുൻപ് തിളപ്പിച്ച തേയിലയുടെ ചണ്ടി ഉണ്ടല്ലോ, അത് കളയുന്നില്ല. അതുകൂടി ഞാൻ ഈ ബീട്രൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർക്കാം. നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബീട്രൂട്ടും കാപ്പിപ്പൊടിയും ഒക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഒരുപാട് തരിയൊക്കെ ഉണ്ടെങ്കിലും ഇത് മുടിയിൽ വല്ലാതെ പറ്റി പിടിച്ചിരിക്കുകയും നമ്മൾ കുറേ നേരം വാഷ് ചെയ്യേണ്ടി വരും ഇത് മുടിയിൽ നിന്നൊക്കെ പോകാനായിട്ട്. അതുകൊണ്ട് നന്നായി തന്നെ അരച്ചെടുക്കണം. ഇനി നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത്ര നന്നായിട്ട് അരഞ്ഞ് കിട്ടണം എന്നില്ല, ചെറിയ തരികളായിട്ടൊക്കെ കിട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്ക് ഈ ഒരു പേസ്റ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്താലും മതി. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ഇതുപോലെ തുരുമ്പൊക്കെ പിടിച്ച ഒരു ചട്ടിയാണ് ആവശ്യം. ഒരുപാട് തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാം. നമുക്കിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന ബീട്രൂട്ടിൻ്റെയും കാപ്പിപ്പൊടിയുടെയും ഒക്കെ ആ പേസ്റ്റ് ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുടിയിലേക്ക് ഇത് നന്നായിട്ട് പിടിച്ചിരിക്കണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം. ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ രാജസ്ഥാനി ഹെന്ന ഉപയോഗിക്കുക. അട്ടർ ആയുർവേദ എന്ന കമ്പനിയുടെ ഹെന്ന പൗഡർ ഉപയോഗിച്ചാൽ അത് വളരെ നല്ലതാണ്. അത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഇത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മുടിക്ക് നിറം കൊടുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കാപ്പൊടിയും ഹെന്ന പൗഡറും. ഹെന്ന പൗഡർ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറും നെല്ലിക്കാപ്പൊടി ഒരു കറുത്ത നിറവും കൊടുക്കും. അതുപോലെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ബീട്രൂട്ട് മുടിക്ക് നല്ല കറുപ്പും ചുവപ്പും കലർന്ന നിറവും നല്ല തിളക്കവും നൽകാനായിട്ട് സഹായിക്കും. ബീട്രൂട്ട് നമ്മുടെ തലയോട്ടിയിലുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും മുടി വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. നരച്ച മുടി കറുപ്പിക്കാനായിട്ട് പല വഴികളും പരീക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിന് കൃത്രിമ വഴികളൊക്കെ പരീക്ഷിക്കുമ്പോൾ നമുക്ക് വളരെയധികം ദോഷം വരുത്തും. കാരണം ഇവയിലൊക്കെ കെമിക്കലുകൾ മുടിക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും ഒട്ടും നല്ലതല്ല. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഹെയർ ഡൈ. ബീട്രൂട്ടിൽ ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ബീട്രൂട്ട് ഉള്ളിൽ കഴിക്കുന്ന പോലെ തന്നെ വളരെയധികം ഗുണമുള്ളതാണ് നമ്മുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 8 മണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ കളറൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെയിനൊക്കെ നന്നായിട്ട് തന്നെ റിലീസ് ചെയ്യാനാണ് ഈ ഒരു 8 മണിക്കൂർ നേരം നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഡൈ നല്ല കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ടാവും. ഇതാ ഈ ഒരു കളർ നോക്കൂ, നല്ല കറുപ്പ് കളറിലാണ് ഇപ്പോൾ നമ്മുടെ ഹെയർ ഡൈ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തരികയില്ല. ഇത് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കേണ്ടി വരും. നമുക്കൊരു ഇൻസ്റ്റൻറ്റ് നിറം കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചേർക്കാനുണ്ട്.
നമ്മളിതിലേക്ക് ചേർക്കുന്നത് പണ്ടുകാലം മുതലേ നമ്മുടെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും എണ്ണകളിലും മറ്റുമൊക്കെ ചേർക്കുന്ന നീലയമരി എന്ന് പറയുന്ന ഈ ഒരു പൗഡറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നീലയമരിപ്പൊടിക്ക് ഇംഗ്ലീഷിലുള്ള പേര് ഇൻഡിഗോ പൗഡർ എന്നാണ്. ആയുർവേദ കടകളിലും ഓൺലൈൻ ഷോപ്പുകളിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു ചെടിയാണിത്. ഇപ്പോൾ ഇതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മളിതുപോലെയുള്ള പൗഡറുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത്. നീലയമരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരുന്ന ആ തേയില വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെറു ചൂടുവെള്ളമാണ് നീലയമരിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നീലയമരിപ്പൊടി അതിൻ്റെ സ്റ്റെയിൻ റിലീസ് ചെയ്യാനെടുക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഏത് ഹെയർ ഡേ തയ്യാറാക്കുമ്പോഴും നീലയമരി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം. ഇത് 8 മണിക്കൂർ നേരം ഒന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ തലേ ദിവസം നീലയമരിപ്പൊടി ചേർത്ത് കൊടുക്കാതിരുന്നത്. നമ്മൾ മുടിയിലേക്ക് എപ്പോഴാണോ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് മാത്രം നീലയമരിപ്പൊടി ചേർത്ത് കൊടുത്ത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് ഒട്ടും എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. എണ്ണയുള്ള മുടികളിൽ നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ട് തയ്യാറാക്കുന്ന ഹെയർ ഡേ ഒന്നും പിടിക്കത്തില്ല. അതിൻ്റെ കാരണം അതിൽ കെമിക്കലൊന്നും ഇല്ല എന്നത് തന്നെയാണ്. ഞാനിപ്പോൾ കൈകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളൊരു ഗ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ കറ നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും. നല്ല രീതിയിൽ കറയാകുന്ന ഒരു ഹെയർ ഡേ ആണിത്. മുടിയുടെ എല്ലാ ഭാഗത്തും വേര് മുതൽ തന്നെ നന്നായി തന്നെ തേച്ച് കൊടുക്കാം. നല്ല ഡാർക്കായിട്ട് തന്നെ അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഡേ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കെമിക്കൽ ഡൈ ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുമ്പം തുടർച്ചയായി ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. കാരണം സ്ഥിരമായിട്ട് കെമിക്കൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കും, അതേ സ്പീഡിൽ തന്നെ മുടി വെളുക്കുകയും ചെയ്യും. എന്നാൽ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈകൾ അങ്ങനെയല്ല. നമ്മുടെ മുടിക്ക് കറുപ്പ് കൊടുക്കാനായിട്ട് കുറച്ച് കാലം എടുത്താലും നമുക്കിതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും. ഒത്തിരി നാൾ നമുക്ക് ഈ ഒരു കറുപ്പ് നിലനിൽക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം ഞാനെൻ്റെ മുടിയിലേക്ക് നന്നായിട്ട് തന്നെ നല്ല തിക്കായി തന്നെ ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഏകദേശം 40 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. ഒരു ഷവർ ക്യാപ്പ് വെച്ച് മുടി നന്നായി ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഹെന്ന അലർജി ഉള്ളവർക്ക് നെല്ലിക്കപ്പൊടി കൂടുതലിട്ട് 2 സ്പൂണോ 3 സ്പൂണോ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ ഇൻഡിഗോ അലർജി ഉള്ളവർക്കും ബീട്രൂട്ടും ഹെന്നയും മാത്രമായിട്ട് യൂസ് ചെയ്തും മുടി നന്നായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് 40 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം. 40 മിനിറ്റൊക്കെ വെക്കാൻ സാധിക്കുന്നവർ വെച്ചാൽ മതി. അല്ലാത്തവർ അരമണിക്കൂറെങ്കിലും വെക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കറുപ്പ് കളറാവുള്ളൂ. ഇതൊന്നൊക്കെ ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് തന്നെ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെയും കൂടി ഇരിക്കും. നന്നായി തന്നെ വേര് മുതൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടിയുടെ എല്ലാ ഭാഗത്തും എത്തുകയും നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.